വെൽക്കം ബാക്ക് ടു ലേണിനോ. ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക്കിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായും എഴുതിയിരിക്കേണ്ട എക്സാം ആണ് ലെറ്റ് എക്സാം, ലാറ്ററൽ എൻട്രി ടെസ്റ്റ്. സോ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് നിങ്ങൾ എഴുതി അതിൽ ക്വാളിഫൈ ആയി നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചിന് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ കിട്ടും. അതായത് S3 നമ്മൾ ബിടെക് സ്റ്റുഡൻസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വർഷത്തെ 2025 ലെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിട്ട് ലേണിനോ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാധാരണ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ബിടെക്കിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പഠിക്കുന്ന സിലബസ് ആയിരിക്കും വരെ. അതിൽ എഞ്ചിനീയറിംഗ് മാത്സ് ഉണ്ടായിരിക്കും, അതേപോലെ ബേസിക് ഇലക്ട്രിക്കൽ ഉണ്ടായിരിക്കും, ഇലക്ട്രോണിക്സ്, ബേസിക് സിവിൽ, മെക്കാനിക്കൽ, സി പ്രോഗ്രാമിംഗ്, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തുടങ്ങിയ സബ്ജക്ട്സ് ആണ് ഇപ്പൊ 2024 എക്സാമിന്റെ സിലബസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിടെക്കിന് നമുക്കറിയാം ഫസ്റ്റ് ഇയറിന്റെ സിലബസിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, പുതിയ സ്കീം വന്നപ്പോൾ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ ലെറ്റ് എക്സാമിന്റെ സിലബസും ചേഞ്ച് ആവുമോ എന്നുള്ളത് 2025 നോട്ടിഫിക്കേഷൻ വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ പറഞ്ഞ സബ്ജക്ട്സ് ഒക്കെ, കാരണം ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സും പഠിക്കുന്നത്. അപ്പൊ അതിലെ ടോപ്പിക്സ് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ സെയിം തന്നെയായിരിക്കും. അതിൽ കാര്യമായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ മാത്രമേ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ്, റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന അതേപോലെയുള്ള ലെക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിലേ നമുക്ക് അതിലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റെക്കോർഡഡ് ലെക്ചേഴ്സും അതേപോലെ തന്നെ അതിന്റെ MCQസും PDF സ്റ്റഡി മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ പേഴ്സണൽ മെന്ററിംഗ് ഉണ്ടാവും. കൃത്യമായി നിങ്ങൾ ഒരു ട്രാക്കിൽ തന്നെയാണോ പഠിക്കുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് നമുക്ക് പേഴ്സണൽ മെന്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് പേപ്പറിന്റെ സൊല്യൂഷൻ വീഡിയോസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് തരാം. അതേപോലെ തന്നെ എന്തെങ്കിലും സിലബസിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കോഴ്സ് റീഅറേഞ്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക്കിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെറ്റ് എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ലേണിനോടൊപ്പം പഠിക്കണം എന്നുണ്ടെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.